ഹലോ ഡിയർ സ്റ്റുഡൻറ്റ്, വെൽക്കം ബാക്ക് ടു എജുവാല 2.0. അപ്പോൾ നമ്മുടെ +2 അക്കൗണ്ടൻസി എക്സാം ഈസ് ഓവർ. നമുക്കിനി ടുമോറോ ഉള്ളത്, നാളെ ഉള്ളത് +1 അക്കൗണ്ടൻസി ആണ്. അപ്പോൾ +1 അക്കൗണ്ടൻസിയിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ട തിയറി ക്വസ്റ്റ്യൻസ് ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കുള്ള ക്രിസ്മസ് പരീക്ഷയുടെ പോർഷൻസിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് 10 ക്വസ്റ്റ്യൻസ്, എങ്ങനെ പഠിക്കാം എന്നുള്ള വീഡിയോ ആണിത്. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മുടെ +2 ക്രാഷ് കോഴ്സിനെ കുറിച്ച് അറിയാത്തവരുണ്ട് വെച്ചെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതേ പറ്റിയിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. +2 മാത്രമേ ഉള്ളൂ, +1 ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട തിയറീസ്, മസ്റ്റായിട്ട് നിങ്ങളിത് പഠിച്ചിരിക്കാം. കാരണം നമുക്ക് ഇത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന തിയറി ക്വസ്റ്റ്യൻസ് ആണ്. ഓരോന്ന് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞുതരാം. നിങ്ങളത് ടെക്സ്റ്റ് വൈസോ അല്ലെങ്കിൽ ഏതെങ്കിലും എന്താ പറയുക സ്റ്റഡി മെറ്റീരിയൽസ് വേറെ ഏത് വേണം നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു തിയറി ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യാതെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. +1 അക്കൗണ്ടൻസി ഇസ് മോർ സിമ്പിൾ ദാൻ +2. അതുകൊണ്ട് ഇപ്പോഴേ ഫൈനൽ എക്സാമിനുള്ള പകുതി പോർഷൻസോളം നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഫസ്റ്റ് ചാപ്റ്ററിൽ, മിസ് ഇത് ഏകദേശം ഒരു ചാപ്റ്റർ വൈസ് ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് അക്കൗണ്ടിങ്ങും എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ്. ഇറ്റ് ഈസ് എ ആർട്ട് ഓഫ് ക്ലാസിഫൈങ് സമ്മറൈസിങ്. അതിൽ റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ദ റിസൾട്ട് അറ്റ് ലീസ്റ്റ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ഓൺ മണി മെഷർമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡെഫിനിഷൻ പഠിച്ചിരിക്കുക. എന്താണ് അക്കൗണ്ടിങ് എന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് അത് എഴുതാൻ കിട്ടണം. ഒരു 2-3 സെന്റൻസ് എങ്കിലും അത് അറിയണം കേട്ടോ. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 4 ഒബ്ജക്റ്റീവ്സോളം ഉണ്ടെന്ന് തോന്നുന്നു ടെക്സ്റ്റ് ബുക്കിൽ. ആ 4 ഒബ്ജക്റ്റീവ്സ് പഠിക്കുക. ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ്? കീപ്പിംഗ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ, നമുക്ക് ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദെൻ നെക്സ്റ്റ് വൺ, അസർട്ടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, പ്രോഫിറ്റും ലോസും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. ഈ അക്കൗണ്ടിങ് ഇല്ല എങ്കിൽ നമ്മൾ എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കുക? അതേപോലെ തേർഡ് വൺ, നമുക്ക് പിന്നീട് എഴുതാൻ പറ്റുന്നതാണ് എന്താ, ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ സാധിക്കുന്നു. നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണോ, നമ്മളെ കമ്പനിക്ക് അസറ്റ് ആണോ ലയബിലിറ്റി ആണോ കൂടുതലുള്ളത്, അത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു. Then providing meaningful information to the different groups of people. നമുക്ക് ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് പീപ്പിൾസ് ഉണ്ട്, ലൈക്ക് ഗവൺമെന്റ്, കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്, ഓണേഴ്സ്, മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്സ് ഉണ്ട്. ഇന്റേണൽ യൂസേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്. അവർക്ക് നമുക്ക് പ്രോപ്പർ ഇൻഫോർമേഷൻ അബൌട്ട് അവർ ബിസിനസ് ഫേം കൊടുക്കാനായിട്ട് സാധിക്കുന്നതെല്ലാം ഈ അക്കൗണ്ടിങ് ഉള്ള കാരണമാണ്. അപ്പോൾ ഒരു 4 ഒബ്ജക്റ്റീവ്സ് പഠിക്കാൻ 4 മാർക്കിന് നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദെൻ ജേർണലും ലെഡ്ജറും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം. ഒരു 4 പോയിന്റ് നിങ്ങൾ അവിടെ പഠിച്ചിരിക്കുക. ജേർണൽ എന്താണ്? നമ്മുടെ ഫസ്റ്റ് റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻ ആണ്, പ്രൈമറി ബുക്ക് ഓഫ് എൻട്രി ആണ്. ലെഡ്ജർ സെക്കൻഡറി ആണ്, സെക്കൻഡറി ബുക്സ് ഓഫ് എൻട്രി ആണ്. ജേർണലിൽ നമ്മൾ എന്താണ്, ബാലൻസിങ് ഒന്നും നടത്തുന്നില്ല. ലെഡ്ജറിൽ നമ്മൾ ഓരോ അക്കൗണ്ടും ബാലൻസ് ചെയ്യുന്നു. ദെൻ മൂന്നാമത്തെ പോയിന്റ് നമുക്ക് എന്താ എഴുതാം? ജേർണലിൽ എൻട്രീസ് എഴുതുന്നതിന് നമ്മൾ ജേർണലൈസിങ്. ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ ജേർണൽ ഈസ് കോൾഡ് ജേർണലൈസിങ്. ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ലെഡ്ജർ ഈസ് കോൾഡ് പോസ്റ്റിംഗ്. അത് നമുക്ക് എഴുതാവുന്ന പോയിന്റാണ്. ദെൻ 2 സൈഡ് ഒന്നും ഇല്ല അല്ലെ, ലെഡ്ജറിന് മാത്രമാണ് ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ്. ഇതൊരു അക്കൗണ്ട് ആണ്, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ എന്ത് എഴുതേണ്ടത്, ഡിഫറൻസ് എഴുതേണ്ടത് കേട്ടോ. 4 മാർക്കിന് ചോദിക്കാം. ദെൻ വാട്ട് യു മീൻ ബൈ കോൺട്രാ എൻട്രി? കോൺട്രാ എൻട്രി എന്താണ്? നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ ആണ്. ഐ തിങ്ക് നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കോൺട്രാ എൻട്രി ചിലപ്പോൾ 3 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ആവും ചോദിക്കുക. അതല്ലെങ്കിൽ ഗീവ് എൻ എക്സാമ്പിൾ ഓഫ് കോൺട്രാ എൻട്രി. ഏതെങ്കിലും ഒരു കോൺട്രാ എൻട്രി ട്രാൻസാക്ഷൻ എഴുതാൻ പറഞ്ഞിട്ടും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ എന്താണ് കോൺട്രാ എൻട്രി അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കുമ്പോൾ ഒരു ക്യാഷ് ബുക്കിന്റെ 2 സൈഡിലും, അതായത് ബോത്ത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കോളം 2 സൈഡിലും നമുക്ക് ട്രാൻസാക്ഷൻസ് വരുന്ന ട്രാൻസാക്ഷൻസിനെയാണ് കോൺട്രാ എൻട്രീസ് എന്ന് വിളിക്കുക. അതിനെ നമുക്ക് 2 എൻട്രീസ് ആണ് കോൺട്രാ എൻട്രി ആയിട്ട് നമ്മൾ പറയാം. ദാറ്റ് ഈസ് പെയ്ഡ് ഇൻ ടു ബാങ്ക് ഓർ ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, ബാങ്കിൽ കാശ് ഇടുന്നത്. അതല്ല എങ്കിൽ വിഡ്രോ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. വിഡ്രോ ഫോർ ഓഫീസ് യൂസ്, നമ്മൾ ഓഫീസ് യൂസിന് വേണ്ടി ക്യാഷ് വിഡ്രോ ചെയ്യുന്നതും എന്താണ്, കോൺട്രാ എൻട്രീസ് ആണ്. ഈ 2 എൻട്രി അല്ലാതെ വേറെ ഒറ്റ എൻട്രീസും നമുക്ക് കോൺട്രാ ആയിട്ട് വരാറില്ല. പെയ്ഡ് ഇൻ ടു ബാങ്കും വിഡ്രോ ഫോർ
ബാങ്ക് വിഡ്രോ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. ഇത് രണ്ടാണ് കോൺട്രാ എൻട്രി. അത് നമ്മൾ എഴുതണം കേട്ടോ. ഇത്ര എഴുതിയാലാണ് ഈ ഒരു മാർക്ക് കിട്ടുന്നത്. ദെൻ വാട്ട് ഡു യു മീൻ ബൈ ഇംപ്രസ്ഡ് സിസ്റ്റം? ഇത് പെട്ടി ക്യാഷ് ബുക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിനൊക്കെയാണ് നമുക്ക് ചോദിക്കാം. ഇംപ്രസ്ഡ് സിസ്റ്റം എന്താണ്? പെട്ടി ക്യാഷ് ബുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇംപ്രസ്ഡ് സിസ്റ്റത്തിലാണ്. എന്താണ് ഇംപ്രസ്ഡ് സിസ്റ്റം? പെട്ടി എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനായിട്ട് മെയിൻ കാഷ്യർ പെട്ടി കാഷ്യർക്ക് ഒരു പീരീഡ് ഓഫ് ടൈമിന്റെ ബിഗിനിങ്ങിൽ, ഇറ്റ് മേ ബി 1 month ഓർ 1 week ഓർ 2 months എത്രയാവാം. അപ്പൊ ഒരു പീരീഡിന്റെ തുടക്കത്തിൽ മെയിൻ കാഷ്യർ എത്ര കാശ് കൊടുക്കുന്നു ആർക്ക്? പെട്ടി കാഷ്യറിന്. അതിൽ നിന്ന് വേണം ആര് ചെലവാക്കാനായിട്ട്? പെട്ടി കാഷ്യർ കുഞ്ഞു കുഞ്ഞു എക്സ്പെൻസസുകളെല്ലാം ചെലവാക്കാനായിട്ട്. അത് ചെലവാക്കി അദ്ദേഹം എഴുതി വെച്ച് ലാസ്റ്റ് ഫൈനലി ബാലൻസ് എമൗണ്ട് റീഇംബേഴ്സ് ചെയ്യും മെയിൻ കാഷ്യർക്ക് തന്നെ. ആ ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഈ സിസ്റ്റം പ്രകാരമാണ് നമ്മൾ പെട്ടി ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നത്. ആ തുടക്കത്തിൽ കൊടുക്കുന്ന ആ ഇനീഷ്യൽ എമൗണ്ട് നമ്മൾ ഇംപ്രസ്ഡ് എമൗണ്ട് എന്ന് വിളിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇംപ്രസ്ഡ് എമൗണ്ട് ഈ പറഞ്ഞതെല്ലാം ടെക്സ്റ്റ് ബുക്കിലും നിങ്ങൾ പഠിക്കുന്ന ഏത് ബുക്കിലും ഉണ്ടാവാം. പെട്ടി ക്യാഷ് ബുക്കുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് നോക്കിയാൽ മതി കേട്ടോ. ദെൻ വാട്ട് യു മീൻ ബൈ സോഴ്സ് ഡോക്യുമെന്റ്? 2 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സോഴ്സ് ഡോക്യുമെന്റ്? സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നതിന്റെ ബേസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് സോഴ്സ് ഡോക്യുമെന്റ് ആണ്. അതായത് ഒരു ട്രാൻസാക്ഷൻ നടന്നു, നമുക്ക് ക്യാഷ് കിട്ടി, ബിസിനസ് നടന്നു എന്ന് പറയുന്നത് എവിഡൻസ്, നമുക്ക് വേണമെങ്കിൽ എവിഡൻസ് ആണ് എന്ത്? സോഴ്സ് ഡോക്യുമെന്റ്. ഇറ്റ് മേ ബി ഇൻവോയ്സ് ആവാം, വൗച്ചേഴ്സ് ആവാം, റിസീപ്റ്റ്സ് ആവാം, എന്ത് വേണമെങ്കിലും, ബിൽ നമ്പർ, ബിൽസ് ആവാം, ഏത് വേണമെങ്കിലും നമുക്ക് സോഴ്സ് ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയാണ് സോഴ്സ് ഡോക്യുമെന്റ്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് എന്തിനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? അതിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുണ്ട് ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രയൽ ബാലൻസ് എടുക്കുന്നുണ്ട്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രയൽ ബാലൻസ് 3 മാർക്ക് 4 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്തിനാണ്? നമുക്ക് എർത്തമെറ്റിക്കൽ എക്യുറസി അറിയാനായിട്ട്, ട്രയൽ ബാലൻസിന്റെ എർത്തമെറ്റിക്കൽ, നമ്മുടെ അക്കൗണ്ട്സിന്റെ എർത്തമെറ്റിക്കൽ എക്യുറസി അറിയാനായിട്ട്, എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, തന്നെ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത് കേട്ടോ. ആ ഒരു ഒബ്ജക്റ്റീവ്സ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ റിസർവ് ആൻഡ് പ്രൊവിഷൻ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ 7th ചാപ്റ്റർ ആണ്. നമുക്കിതൊരു 3-4 മാർക്കിനൊക്കെയാണ് നമുക്കിത് ചോദിക്കാറുള്ളത് കേട്ടോ. നമ്മളെ ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻസ് ആൻഡ് റിസർവ് ആ ചാപ്റ്ററിലാണ് കിടക്കുന്നത്. അപ്പൊ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് ഒരു മാറ്റി വെക്കുന്ന ഒരു ഐറ്റം ആണ് എന്ത്? റിസർവ്. അതായത് അപ്രോപ്രിയേഷൻ ഫ്രം പ്രോഫിറ്റ് ആണ്. പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. നമ്മൾ പ്രോഫിറ്റിന്റെ എതിരായിട്ട് നമ്മൾ ചാർജ് ചെയ്യാണ്. അത് നമ്മളത് ഡിഡക്ട് ചെയ്ത് പോകും പ്രൊവിഷൻ. റിസർവ് നമ്മൾ ഡിഡക്ട് ചെയ്യുന്നില്ല, അത് നമുക്ക് ഓൾറെഡി ഒന്ന് കരുതലാണ്. ഇതൊരു ചാർജാണ്. ദെൻ നമുക്ക് അൺലോൺ ലയബിലിറ്റി, നമ്മൾക്ക് പ്രതീക്ഷിക്കാത്ത ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാനാണ് റിസർവ് യൂസ് ചെയ്യുക. നമുക്ക് പ്രതീക്ഷിക്കുന്ന ലയബിലിറ്റി മീറ്റ് ചെയ്യാനാണ് പ്രൊവിഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് റിസർവ് ആണ്. ദെൻ നമുക്ക് പെട്ടെന്ന് ആൻറ്റിസിപ്പേറ്റഡ് ലോസുകളും ഒക്കെ നമുക്ക് മീറ്റ് ചെയ്യാനാണ് പ്രൊവിഷൻസ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇത് കമ്പൽസറി ഒന്നും അല്ല റിസർവ് കൊടുക്കുക, പക്ഷെ പ്രൊവിഷൻ കമ്പൽസറി ആയിട്ട് നമ്മൾ കൊടുക്കണം. അപ്പോൾ അത്രയും കാര്യങ്ങൾ ആലോചിച്ചെടുത്ത് നിങ്ങളൊന്ന് എഴുതാനായിട്ട് ശ്രമിക്കാം. Then what are the causes of passbook and cash book imbalance? നമ്മൾ ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ചാപ്റ്റർ ആണ്. നമുക്കൊരു 3 മാർക്കിനൊക്കെ ചോദിക്കാം. ഏതെങ്കിലും 3-4 സാഹചര്യങ്ങൾ, സിറ്റുവേഷൻസ് എഴുതുക. എന്തിനെ? ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റിന് വേണ്ടിയിട്ട്. അപ്പൊ ഏതൊക്കെയാണ് ആ സിറ്റുവേഷൻസ് ചോദിച്ചാൽ, ഡയറക്റ്റ് പേയ്മെന്റ് അല്ലെങ്കിൽ ചെക്ക് ഇഷ്യൂഡ് ദ കസ്റ്റമർ നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. എന്താണ്? ചെക്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും അവര് പേയ്മെന്റിന് കൊടുത്തിട്ടില്ല. ദെൻ അതേപോലെ ചെക്ക് ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക് ബട്ട് നോട്ട് ബാങ്ക് കളക്ട് ചെയ്തിട്ടില്ല, ബാങ്ക് കളക്ട് ചെയ്തിട്ട് എമൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ബൈ ദി ബാങ്ക്, ദെൻ ക്യാഷ് ബുക്ക് അറിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഏതെങ്കിലും 4 സിറ്റുവേഷൻസ്. ദെൻ സെക്കൻഡ് ചാപ്റ്റർ ആണ്. സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളത് ഏതെങ്കിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് പ്രിൻസിപ്പിൾസും അസംഷൻസും. മെയിൻലി ഡ്യുവാലിറ്റി, മെറ്റീരിയാലിറ്റി, കൺസർവേറ്റിസം ഓർ പ്രൂഡൻസ് ആൻഡ് കൺസിസ്റ്റൻസി, അതേപോലെ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, അതൊക്കെ നല്ല രീതിയിൽ പഠിക്കും. ഇതൊക്കെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചതാണ് കേട്ടോ. അതേപോലെ എന്താണ് ജേർണൽ പ്രോപ്പർ? അതായത് ജേർണൽ പ്രോപ്പർ എന്ന് വെച്ചാൽ
എന്താ പറയുക, പ്രൈമറി എൻട്രീസ് ഒന്നും എഴുതാനായിട്ട് ഇല്ലാത്ത ഐറ്റംസുകളെല്ലാം നമ്മൾ ഇതിൽ ജേണൽ പ്രോപ്പർ, അതായത് ക്രെഡിറ്റ് പർച്ചേസസ് ഡേ ബുക്ക്, ക്രെഡിറ്റ് സെയിൽസ് ഡേ ബുക്കിൽ എഴുതി, ക്യാഷ് ട്രാൻസാക്ഷൻസ് എഴുതാൻ ക്യാഷ് ബുക്ക് ഉണ്ട്, റിട്ടേൺസ് എഴുതാൻ റിട്ടേൺസ് ബുക്ക് ഉണ്ട്. അപ്പൊ ഇതിലൊന്നും എഴുതാൻ കഴിയാതെ, അതായത് ഇപ്പൊ അസറ്റ് പർച്ചേസ് ചെയ്തു, അസറ്റ് നമ്മൾ കടത്തിന് പർച്ചേസ് ചെയ്തു എങ്കിൽ അത് നമുക്ക് ജേണൽ പ്രോപ്പറിൽ എഴുതാം. കാരണം അസറ്റുകൾ എഴുതുന്നത് നമ്മൾ പർച്ചേസസ് ഡേ ബുക്കിൽ എഴുതില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒന്നിലും എഴുതാൻ പറ്റാത്ത കുറച്ച് ഐറ്റംസ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൈമറി എൻട്രി ഓഫ് ബുക്സ് ആണ് ജേണൽ പ്രോപ്പർ കേട്ടോ. അപ്പൊ ഇത്രയാണ് ഒരു 10 ഇമ്പോർട്ടൻറ്റ് തിയറി ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് പഠിക്കുക. 7ാം പാഠം വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ എടുത്തിരിക്കുന്നത്. തിയറിക്കും പ്രോബ്ലംസിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ദെൻ കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ മിസ്സിൻ്റെ ചാനലിൽ ഒരുപാട് നമ്മൾ +1 വീഡിയോസ്, ഇംപ്രൂവ്മെൻറ്റ് വീഡിയോസ് ഉണ്ട്. അതെല്ലാം എടുത്ത് നോക്കിയാൽ നമുക്ക് എല്ലാത്തിൻ്റെയും പ്രോബ്ലംസ് കിട്ടും കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്